ആ, അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വല്ല എഴുതി വല്ലതും വെച്ചിട്ടുണ്ട്, അത് സംസാരിക്കാൻ വയ്യേ? ഇല്ല കുഴപ്പമില്ല. ഞാൻ കുറച്ച് പറയാം. അത് അറിയുന്ന പറയാം. ഒന്ന് അറിയുന്ന പറയുന്നല്ല, ഒന്ന് കാണിക്കാൻ പറ്റുവാണെങ്കിൽ അതായാലും മതി. വല്ല സ്ലൈഡ് ആയിട്ടോ അത് അല്ലെങ്കിൽ സ്ലൈഡായിട്ട് പ്രിപ്പയർ ആക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്താലും മതി. ആ, ഒന്ന് ഉം, ടൈപ്പ് ചെയ്ത് കാണിച്ചാലും മതി. എന്തൊക്കെയാ? ഇപ്പം മോഡൽ ട്രെയിനിങ് നമ്മൾ ആ, കറക്റ്റ് ഒന്നും ഉറപ്പിച്ചിട്ടില്ല. അതിപ്പോ എന്താ ചെയ്യാ? അത് നിങ്ങളിപ്പോ ഇത്ര ആയില്ലേ, ഇനി നിങ്ങൾക്ക് ഇല്ല, ഇനി മോഡൽ ട്രെയിനിങ് ആ ബാക്കിയുള്ളത്. നമ്മളിപ്പോ ഇന്റർഫേസ് ചെയ്യലാണ്. ആപ്പും വെബ്സൈറ്റും ഉണ്ടാക്കണം. ഇന്റർഫേസ് എന്തിലാ ചെയ്യുന്നത്? നമ്മളിപ്പം ഫ്ലഡ് ആപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഫ്ലഡ് അത് ശരി, മൊബൈൽ ആപ്പാണോ അതോ വെബ് ആപ്പാണോ? മൊബൈൽ ഇപ്പോ ആപ്പാണോ? അതിന്റെ ബാക്ക് എൻഡ് ആയിട്ടുള്ള പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ബാക്ക് എൻഡ് തന്നെ കുറെ ചെയ്യാനുണ്ട്. അതാണ് കുറച്ച് ഇതായിരുന്നു. മോഡൽ ട്രെയിനിങ് വേഗം കഴിയുന്നതുകൊണ്ട് അത് ലാസ്റ്റ് വെച്ച്. ആ, അല്ല, ഈ ബാക്ക് എൻഡിൽ എന്തൊക്കെയാ ഉള്ളത്? എത്ര ടേബിൾ ഉണ്ട്? ബാക്ക് എൻഡിൽ അത് കുറെ ടേബിൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്ത് നോക്കുമ്പോ കുറെ ടേബിൾ എക്സ്ട്രാ വേണ്ടി വരുന്ന പോലെ തോന്നുന്നുണ്ട്. എത്ര എണ്ണം ഉണ്ട്? ഒത്തിരി എന്നാലും ഒരു നമ്പർ. ഇപ്പം ഉം, ഒരു 7-8 ടേബിൾസ് ഉണ്ടാവും ഇപ്പൊ തന്നെ. 7 ടേബിൾസ് എന്ന് പറയുന്ന വലിയ പ്രോജക്റ്റ് അല്ല, ആണോ? ഇല്ല, അതിപ്പോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതാ. ഇതാക്കി വരുമ്പോ കുറെ ടേബിൾ വരേണ്ടി വരും. ആ, ഇതില് നോർമലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനെയുള്ള ഉദ്ദേശം ഉണ്ടോ? ഡാറ്റ നോർമലൈസേഷൻ. അതാ പറഞ്ഞത്. നമ്മളിപ്പം ബാക്ക് എൻഡ് ആയിട്ട് നമ്മളിപ്പം ഡാറ്റ ട്രെയിൻ ചെയ്യേണ്ടിക്ക് കറക്റ്റ് ചെയ്തിട്ട് നോർമലൈസ് ചെയ്യുന്ന പരിപാടി ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇ ആർ ഡയഗ്രാം, ജിയോ ഡയഗ്രാം അതിലുണ്ട്. ഡി എഫ് ഡി ഉണ്ട്, TFT ഉണ്ട്. അത് കംപ്ലീറ്റ് ആക്കി. ഡി എഫ് ഡി കയ്യിലുണ്ട് അല്ലേ? അതുണ്ട്. ഈ മോഡലിങ്ങിനെ കുറിച്ചൊന്ന് പറയുമോ? എന്താ മോഡല് നമ്മളിപ്പം ഇപ്പം പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ കൊലാബറേറ്റീവ് ഫിൽറ്ററിങ് വെച്ചിട്ട് റെക്കമെൻഡേഷൻ എഞ്ചിൻ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെയാ? കൊലാബറേറ്റീവ് ഫിൽറ്ററിങ് വെച്ച് ഉം. കൊലാബറേറ്റീവ് നമ്മളെ ജസ്റ്റ് റിവ്യൂ അനുസരിച്ചിട്ട് നമ്മൾ യൂസർ കൊടുക്കുന്ന റിവ്യൂ അനുസരിച്ചിട്ട് അടുത്തത് ആ അതേ ടൈപ്പുള്ള ഇപ്പൊ നമ്മൾ മൂവി കാണുമ്പോൾ ഈ ജോണർ വെച്ചിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ലേ? നമ്മൾ ഉം. കണ്ട മൂവി ത്രില്ലർ ആണെങ്കിൽ അടുത്ത റെക്കമെൻഡ് ചെയ്യുന്ന ത്രില്ലർ മൂവി ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു സ്ഥലം ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലം അത് ബേസ്ഡ് ആയിരിക്കും. ഇപ്പം നമ്മളിപ്പം ബീച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്തത് ബീച്ച് ആയിരിക്കും. അങ്ങനത്തെ ഒരു കൊലാബറേറ്റീവ്, അതാണ് ഒരു കൊലാബറേറ്റീവ് ഫിൽറ്ററിങ് പോലെ. അതേപോലെ ഇതില് നമുക്ക് ഫിൽറ്റർ ചെയ്ത് തരും. ഇതില് നമ്മള് ഇപ്പൊ ഓൾറെഡി ഉള്ള ചാറ്റ് ജി ഉം. പി ടി അങ്ങനെയുള്ള എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, അതൊന്നും ചെയ്യുന്നില്ല. ആ, പിന്നെ ഡാറ്റ അക്വിസിഷന് ആ, മെയിൻലി API വെച്ചിട്ടായിരിക്കും മിക്കവാറും. ഈ കാഗിളിൽ നിന്നൊക്കെ ഡേറ്റാ സെറ്റ് ഒന്നും വേണ്ട. ഡാറ്റ സെറ്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഒത്തിരി ഡേറ്റ വേണ്ടേ? അങ്ങനെയല്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ഇപ്പൊ കുറച്ച് യൂസേഴ്സ് നമ്മൾ പ്ലേസസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ആ നമ്മളാ മെയിൻലി ഡേറ്റാസ് ഇപ്പൊ വേണം. നമ്മൾ ഫോക്കസ് ആ ഡേറ്റാസ് കിട്ടുമോ? അത് പറഞ്ഞു. നിങ്ങൾ അതിപ്പോ നമ്മൾ കുറച്ച് സ്ഥലം മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. ആ ഡേറ്റ കിട്ടത്തില്ലേ? വേണ്ടേ? അത് നമുക്ക് ജസ്റ്റ് ചാറ്റ് GPT വരച്ചാലും ഡാറ്റ കിട്ടും. അത്രയും ഡേറ്റ മതി. അത് നമുക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇനി അതിന്റെ റേറ്റിംഗ് കൊടുക്കണം. അത് നമ്മൾ മാനുവലി എൻ്റർ ചെയ്യേണ്ടി വരും. ഉം. അതിനകത്ത് ഉം, ഡേറ്റ ആ ട്രെയിനിങ്ങിന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. ട്രെയിനിങ്ങിന്റെ കാര്യം ട്രെയിനിങ്ങില് മോഡൽ ട്രെയിനിങ് വരുന്നത് ഇപ്പം
കൊലാബറേറ്റീവ് ഫിൽറ്ററിംഗ് ട്രെയിനിങ്ങിന്റെ ആവശ്യം. കൊളാബറേറ്റീവ് ഓക്കെ, ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞെന്നാ കൊലാബറേറ്റീവ് ഫിൽറ്ററിംഗ് ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഒരു കേസ്. നമ്മള് നമ്മള് അല്ല കൊളാബറേറ്റീവ് ഫിൽറ്ററിംഗ് എന്താന്ന് എന്താ ജെമിനിയോ ചാറ്റ് ജി പി ടി എടുത്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ആ, ചെയ്യാവോ? ചെയ്യാം. ഞാൻ ആ ഷെയർ മൾട്ടിപ്പിൾ ആക്കിയിട്ടുണ്ട്. ഉം. ചാറ്റ് ജി പി ടി ആണ് എടുക്കുന്നത് ജെമിനി. ഒരു ഡീപ് ChatGPT. സീക്ക് ഉണ്ട്, ഡീപ് സീക്ക് കേട്ടായിരുന്നു. അത് ഞാൻ കേട്ടിരുന്നു. ആ, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ. ഇപ്പൊ അതാണ് എടുക്കുന്നത്. പ്രൊജക്റ്റ് ചെറിയൊന്ന് ഞാനൊന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടേ ഉള്ളൂ. ഉം, ഇത് നമ്മൾ സിമിലാരിറ്റി ചെക്ക് ചെയ്യുന്നത്, കൊസൈൻ സിമിലാരിറ്റി. Collaborative fitting is a technique that is used to augment systems to predict user interest by collecting preference or traced information from user. Predicts is that if user agrees one thing, they will like to agree on other thing as well. കൊളാബറേറ്റീവ് ഫിൽറ്ററിംഗ് ഒന്ന് ചുരുക്കി പറഞ്ഞ എന്താ സംഭവം? കൊളാബറേറ്റീവ് ഫിൽറ്ററിംഗ് എന്താ ചെയ്യുന്നത്? അതൊന്നും നമ്മൾ ജസ്റ്റ് യൂസർ ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ലൈക്ക് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് ഫ്ലിപ്കാർട്ട് പോയിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് ലൈക്ക് ചെയ്തു. ഉം. അപ്പൊ ഈ പ്രൊഡക്റ്റ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം ഞാൻ ഫ്ലിപ്കാർട്ടിൽ വരുമ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്ത് തരുമോ ഫസ്റ്റ് തന്നെ? അതെ. അതാണ് ഈ കൊലാബറേറ്ററി ഫിൽറ്ററിംഗ് ഉദ്ദേശം. നമ്മൾ ഒരിക്കൽ പോയി ലൈക്ക് ചെയ്താൽ അതിന് അടുത്ത വർഷം നമ്മൾ കയറുമ്പോൾ നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിൽ തന്നെ എവിടെ പോയാലും ഇപ്പൊ ഈ കൊലാബറേറ്ററി ഫിൽറ്ററിംഗ് എല്ലാത്തിലും ഉണ്ട്. നമ്മളിപ്പോ ഇനി ഏത് സൈറ്റ് സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കിയാലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ റെക്കമെൻഡേഷൻ വരും. അതാണ് ഈ കൊലാബറേറ്ററി ഫിൽറ്ററിംഗിന്റെ മെയിൻ ഐഡിയ. നമ്മൾ എന്തെങ്കിലും ഒരു പ്രിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈക്ക് ആയിട്ടാ നമ്മൾ റിവ്യൂ ആയിട്ട് എന്തെങ്കിലും കൊടുത്താൽ അത് നമുക്ക് അടുത്ത മിനിറ്റിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കാണിച്ചു തരും. അതെങ്ങനെയാ ചെയ്യുന്നത്? അതാണ് കൊലാബ്. അത് നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഐറ്റം ബെസ്റ്റ് ഓക്കെ. ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ രണ്ട് ടൈപ്പ് ഫിൽറ്ററിങ് ഉണ്ട്. ഒന്ന് വെച്ചാൽ ഇപ്പൊ ഒരു യൂസറെ ഇപ്പം ഒരു സ്ഥലം പോയി വെച്ചോ, ഇപ്പം ഇപ്പൊ അടുപ്പിച്ചൊരു സ്ഥലം പോയി. ഇപ്പൊ ഞാൻ ഏതാ പറയുക ലൊക്കേഷൻ, ഇപ്പൊ കേരളത്തിൽ തന്നെ വയനാട്ടിൽ കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ട് യൂസറെ, ഈ ബാണാസുര ഡാം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ കണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം യൂസർ ബിയും വയനാട് പോകുമ്പോൾ ഈ യൂസർ എന്റെ ഇൻട്രസ്റ്റ് ആ യൂസർ എന്റെ അതേ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ യൂസർ എന്റെ ലൊക്കേഷൻ തന്നെയായിരിക്കും യൂസർ ബിക്കും കാണിച്ചു കൊടുക്കുക. അതാണ് യൂസർ ബേസ്ഡ് കൊലാബറേറ്റീവ് ഫിൽറ്ററിംഗ് എന്ന് വെച്ചാൽ ഒരു യൂസറിന്റെ അതേ പ്രിഫറൻസ് മറ്റു യൂസറിന് ഉണ്ടെങ്കിൽ അവര് പോയ സ്ഥലം തന്നെയാണ് ഇവർക്കും കാണിച്ചു കൊടുക്കുക. അങ്ങനെ തന്നെ ഫിൽറ്ററിങ് ചെയ്യാം. പിന്നെന്ന് വെച്ചാൽ ഐറ്റം ബേസ്ഡ് ഫിൽറ്ററിംഗ്. ഐറ്റം ബേസ്ഡ് ഫിൽറ്ററിംഗ് എന്ന് വെച്ചാൽ യൂസർ ബി എന്ന് വെച്ചാൽ ബീച്ചിൽ പോയി. അപ്പൊ ബീച്ചിൽ പോയാലും യൂസർ എക്കും ബീച്ച് ഇഷ്ടപ്പെടാന്ന് ചോദിച്ചാൽ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ യൂസറെ പോയ അതേ ലൊക്കേഷൻ തന്നെ യൂസർ ബിക്ക് പിന്നെയും കാണിച്ചു. ഒരു ഐറ്റം ആയിട്ട് ഇതെന്ന് വെച്ചാൽ രണ്ട് യൂസറിന്റെ സിമിലാരിറ്റി അനുസരിച്ച് ഇതെന്ന് വെച്ചാൽ രണ്ട് യൂസറിന്റെ ഐറ്റം അവരുടെ ടേസ്റ്റ് അനുസരിച്ച്. അതാണ് ഐറ്റം ബേസ്ഡ്.
എക്സാമ്പിൾ യൂസർ എ ലൈക്ക് എ മൂവി ലൈക്ക് ഇൻസെപ്ഷൻ ആൻഡ് മെട്രിക്സ്, അതൊരു ഓൾമോസ്റ്റ് സെയിം ജോണർ ഉള്ള ഒരു സിനിമയാണ്, ഒരു സൈഫിക് എലമെന്റ്. അപ്പം അപ്പൊ നിങ്ങൾ അതേ ചെയ്യുന്നത് ഉം, എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യില് ഉം, ഡേറ്റാബേസിൽ ഉം, കുറെ ഐറ്റംസും ഉം, കിടപ്പുണ്ട്, കുറെ യൂസേഴ്സും കിടപ്പുണ്ട്. ആ അപ്പൊ SQL എന്തെങ്കിലും വെച്ചിട്ട് അത് റിട്രൈവ് ചെയ്ത് ഐറ്റം മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഐറ്റം വെച്ച് മാച്ച് ചെയ്യുന്ന റിട്രൈവ് ചെയ്ത് കാണിക്കും. യൂസർ എയും യൂസർ എ ബിയും ഒരേ കാറ്റഗറിയാണ്, അത് റിട്രൈവ് ചെയ്ത് കാണിക്കും അല്ലേ? എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിത് ഈ ഒരു സംഭവം അതിനകത്ത് ഇപ്പോ ഏയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഏതിന്റെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റാബേസിൽ അല്ല ഈ ആ നമ്മുടെ അല്ല ഇത് ഡേറ്റാബേസിൽ ഡാറ്റാബേസ് കിടപ്പുണ്ട്. കൺവേർട്ട് ചെയ്ത് നമുക്കിത് അങ്ങനെ വെറുതെ ചെക്ക് ചെയ്യുന്ന മാച്ച് ചെയ്ത് ചെക്ക് ചെയ്യുന്ന പരിപാടിയില്ല. ഇത് സിമിലാരിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ കൊസൈൻ സിമിലാരിറ്റി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ആ ഈ ക്വസ്റ്റ്യൻ സിമിലാരിറ്റി എന്താ ചെയ്യുന്നത്? ഇപ്പം കൊസൈൻ സിമിലാരിറ്റി അതാണ് അതിന്റെ മീനിങ് എങ്ങനെയാണ്? സിമിലാരിറ്റി ചെക്ക് ചെയ്യാനാണ്. ഇപ്പൊ ഒരു ഈ ഈ ഡേറ്റ വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിനകത്ത് എലിയാസ്, ബോബി, ചാർലി, ഡേവിഡ്, ഈവ് അല്ലേ? ഹലോ, ഈ ഡേറ്റ വെച്ചൊന്ന് പറഞ്ഞേ. ഇപ്പൊ ഈ ഡാറ്റ വെച്ച് പറഞ്ഞാൽ ഇപ്പൊ ആലിസ് എന്താ, ആലിസ് ഒരു അപ്പൊ ആലിസ് കുറച്ച് മൂവീസ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇൻസെപ്ഷൻ ഇൻസെപ്ഷൻ 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഇന്റർസ്റ്റെല്ലാർ 4 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. മെട്രിക്സിന് 1 സ്റ്റാർ. അല്ല 4 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഇനി ആലിസിന്റെ ഇപ്പൊ ആലിസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ആലിസ് അല്ലാണ്ട് ഇപ്പൊ ഈ ഈ ബോബ് നൈസ് എന്താ, ഇപ്പൊ ബോബിന് വാല്യൂ ഇല്ലാന്ന് വിചാരിച്ചോ. പക്ഷെ ബോബ് ഇൻസെപ്ഷന് 4 സ്റ്റാർ കൊടുത്തതിന്റെ അർത്ഥം വെച്ചാൽ അവിടെ ഒരു സിമിലാരിറ്റി ഇല്ലേ, ചെറിയൊരു സിമിലാരിറ്റി ഇല്ലേ ലൈക്കിൽ, റേറ്റിംഗില് അത്ര വലിയ ഡിഫറൻസ് ഇല്ലല്ലോ. 5 സ്റ്റാർ 4 സ്റ്റാർ അത്ര വലിയ ഡിഫറൻസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ ബോബിന് ഈ ആലിസ് കണ്ട ബാക്കിയുള്ള സിനിമ വലുതാക്കാവോ? ഈ ആലിസ് കണ്ട സിനിമ കണ്ടിട്ട് സിനിമയിൽ ലൈക്ക് അടിച്ച് ആ ഫുൾ ഫിലിം ബോബിന് റെക്കമെൻഡേഷൻ വരും. ഓ അത് ശരി, അതായത് ചെറിയ വേരിയേഷനേ ഉള്ളൂ അല്ലേ? ആ അതാണ് സിമിലാരിറ്റി എന്ന് വെച്ചാ. ഈ ആലിസ് കണ്ടേയും ബോബ് ഇപ്പൊ ഇൻസെപ്ഷൻ ലൈക്ക് ചെയ്ത് വെച്ചോ. ഇപ്പൊ ആലിസ് 5 സ്റ്റാർ ഇൻസെപ്ഷൻ ലൈക്ക് ചെയ്ത് ബോബും 4 സ്റ്റാർ റെക്കമെൻഡ് ചെയ്തു. ഇനി ഇനി അടുത്ത പ്രാവശ്യം റെക്കമെൻഡ് ചെയ്യുന്ന മൂവീസ് എന്ന് വെച്ചാല് ആലിസ് കണ്ട മൂവീസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഈ ആലിസ് കണ്ട ബാക്കി എല്ലാ മൂവീസിനും ഒരു റേറ്റിംഗ് കൊടുത്തിട്ടില്ലേ. അപ്പം ഈ റേറ്റിംഗ് മാച്ച് ആയാൽ തന്നെ അവർക്ക് മനസ്സിലായി ഒരു യൂസർ തമ്മിൽ ഒരു മാച്ചിങ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ ബാക്കിയുള്ള ഫിലിം ഓന് റെക്കമെൻഡ് ചെയ്തു. അതേപോലെ തന്നെ നമ്മളെ ഇതില് ടൂറിസ്റ്റ് ഇപ്പൊ അത് യൂസർ ഐറ്റം റേറ്റിംഗ്സ് അല്ലേ? അപ്പൊ ഇനിയും യൂസറെ ബീച്ച് പോണ വെച്ചാല് ഈ പ്രോഗ്രാമിൽ യൂസർ ഐറ്റം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് യൂസർ ഐറ്റം ഉള്ളൂ. കൺവേർട്ട് ഡാറ്റ ഫ്രെയിം പിന്നെ മറ്റേ ഇന്ന ഫിലിം ഇഷ്ടമായത് കൊണ്ട് അങ്ങനെയുള്ള ഇല്ല അല്ലേ? ഇല്ല, അതും ഇല്ല. ഇതിനകത്ത് അതേ ഉള്ളൂ അല്ല. ഒന്ന് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് നോക്കട്ടെ. അതായത് ആ ഡേറ്റ കൊടുത്തു, ഡേറ്റ ഫ്രെയിം, റേറ്റിംഗ്സ്. റേറ്റിംഗ്സ് വെച്ചാൽ നമുക്ക് റേറ്റിംഗ്സ് മാത്രം മതി. അപ്പൊ യൂസറിനെ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ റേറ്റിംഗ്സ് മാത്രം കിട്ടും. കാൽക്കുലേറ്റ് ദ കൊസൈൻസ്. നമ്മൾ ഇതിന്റെ കൊസൈൻ സിമിലാരിറ്റി ആകുമ്പോൾ നമുക്ക് ഈ 5 ഞാൻ നേരത്തെ പറഞ്ഞില്ല 5ഉം 4ഉം, അപ്പൊ ഇവര് തമ്മിൽ ചെറിയൊരു സിമിലർ ഇല്ലേ. അപ്പൊ ആ സിമിലാരിറ്റിന്റെ ഒരു വാല്യൂ കിട്ടും നമുക്ക്. 0 to 1 നമ്മൾ സ്കെയിൽ ചെയ്യും സാധനം. ഇപ്പം സിമിലർ ആയിട്ടുള്ളത് ഏകദേശം 1
സിമിലർ അല്ലാതെ വണ്ണിനും കാട്ടി കുറച്ച് ദൂരോട്ടായിട്ട് സീറോന്റെ അടുപ്പിച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ സ്കെയിൽ ചെയ്യും. അപ്പോ നിങ്ങള് ഈ ഈ ഉം. കാര്യങ്ങളാണ് ഉം. ഡേറ്റാബേസിൽ കീപ്പ് ചെയ്യാൻ പോകുന്നത്. ഡാറ്റാബേസിൽ നമ്മൾ റേറ്റിംഗ്സ് കീപ്പ് ചെയ്യും. ഒരു റേറ്റിംഗ്സ് റിപ്പീറ്റ് നമ്മൾ ഫെച്ച് ചെയ്തിട്ട് പുതിയൊരു യൂസർ കൊടുക്കുമ്പോൾ അവർ റേറ്റിംഗ് ഇടുമല്ലേ, അത് തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യും. ഡാറ്റാബേസ് നമ്മൾ ഒന്ന് അടിച്ച് വെറുതെ ജസ്റ്റ് ഒരു ഡമ്മി വാല്യൂറ്റ് അടിച്ചു വെക്കണം കുറച്ച് റേറ്റിംഗ്സ്. എന്നിട്ട് പുതിയൊരു യൂസർ വന്ന് ഒരു റേറ്റിംഗ് കൊടുക്കുമ്പോൾ ഈ റേറ്റിംഗും ആ റേറ്റിംഗും ഡാറ്റാബേസ് റേറ്റിംഗ് തമ്മിൽ മാച്ച് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഏതാണ് യൂസർ, ആ യൂസറിനെ നമ്മൾ എന്ത് ചെയ്യും, ആ ആ യൂസറിന്റെ സ്ഥലങ്ങൾ മൊത്തം ഇവർക്ക് റെക്കമെൻഡ് ചെയ്യും. കൊസൈൻ സിമിലാരിറ്റി റേറ്റിംഗ് അത് ഉം. ഇന്റേണൽ ആയിട്ട് കണ്ടുപിടിക്കും, നമ്മുടെ ഇടപെടൽ ഇല്ല അതിനകത്ത് അല്ലേ? ഇല്ല, അത് ഇന്റേണൽ ആയിട്ട് പഠിക്കുന്നത്. വേണ്ടിക്ക് ഇത് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് വെച്ച് ചെയ്യുന്നതെല്ലാം ഉണ്ട്, മോഡൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു മെത്തേഡാണ്, കൊസൈൻ സിമിലാരിറ്റി എന്ന ഒരു മെത്തേഡാണ്. നമുക്ക് അപ്പൊ കുറെ ഇതാണ് നമ്മൾ മെത്തേഡ് ഉണ്ട് ഉപയോഗിക്കുന്നത്. അല്ലേ. അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മൾ തീരുമാനിച്ചെത്തിയില്ല. നമുക്ക് അതായത് ഇപ്പൊ കൺസെപ്റ്റ് വെച്ചാൽ നമുക്ക് സിമിലാരിറ്റി. ഇങ്ങനെയാണ് ഇവിടെ. അപ്പൊ ഇവിടെ ഈ നമ്മൾ ഡേറ്റാബേസിലായി സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഈ ഫ്രെയിമിനകത്ത് ആ ഡേറ്റ കൊണ്ടുവരും അല്ലെ, എന്നിട്ട് ഈ കൊസൈൻ സിമിലാരിറ്റീസ് എന്നൊക്കെ പോലുള്ള ഫങ്ഷൻസ് വിളിച്ചങ്ങ് ചെയ്യും അല്ലെ, അതല്ലേ ചെയ്യുന്നത്. കൊസൈൻ സിമിലാരിറ്റി അല്ല, അങ്ങനത്തെ കുറെ മെത്തേഡ് ഉണ്ട്. യൂക്ലിഡ് ഡിസ്റ്റൻസ് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ടും ചെയ്യാൻ തോന്നും. അതൊന്ന് താഴോട്ട് കാണിച്ചു. ഇതല്ലാതെ വേറെ കോഡ് വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്ക് ഇത് കാണിക്കുന്ന ജസ്റ്റ്. അപ്പം ബോബും ഡേവിഡും സിമിലർ യൂസർ ആയിട്ട് ബോബും ഡേവിഡിനും കണ്ടു. അല്ല സോറി, ബോബല്ല, ആലിസിന് സിമിലർ ആയിട്ടുള്ള ബോബാന്നുണ്ട്. ആ വണ്ണിനോട് അടുത്ത് വന്നുകൊണ്ട് അല്ലേ. എന്നിട്ട് പിന്നെ നമുക്ക് മനസ്സിലായി അപ്പൊ ആലിസിന് അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സും മൊമെന്റും. അത് അവർക്ക് രണ്ടാക്കും സെയിം ആയിട്ട്. ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞ സ്കെയിൽ ചെയ്യുന്ന വാല്യൂസ്. ഇത് നമുക്ക് കൊസൈൻ സിമിലാരിറ്റി, നമ്മൾ കൊസൈൻ സിമിലാരിറ്റി എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ സ്കെയിലോ സീറോന്റെ അറേഞ്ച്. ഫിലിമിന്റെ ഓൾറെഡി ഉണ്ടല്ലേ. ഫിലിമിന്റെ ഈ സാധനം ഉണ്ട്. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഫിലിമിന്റെ? ഇതെനിക്ക് ചാറ്റ് ജിപിടി. ഓ ChatGPT കിട്ടിയത്. ന്യൂറൽ ഫിലിം ആകുമ്പോ അതിനകത്തൊരു വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ആ എങ്കിലും പല ഫിലിമാണല്ലോ അല്ലെ, എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ലൊക്കേഷൻ പലതും. നിങ്ങൾ ഇത് വെച്ചിട്ടാണോ നിങ്ങളുടെ ഐഡിയ? ഇത് വെച്ചിട്ടില്ല, അത് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. ഈ കൊസൈൻ സിമിലാരിറ്റി എന്ന ഫംഗ്ഷൻ ആണ്. അല്ല, നിങ്ങൾക്ക് ഈ ഐഡിയ എവിടെ നിന്നാണ് ഈ ഏത് സ്ഥലം റെക്കമെൻഡ് ചെയ്യുന്നത്? അത് അല്ല, ഈ റെക്കമെൻഡേഷൻ എഞ്ചിൻ ഇത് ഞാൻ എന്റെ പേപ്പറിലുണ്ട്, എന്റെ ബേസ് പേപ്പറിൽ കൊസൈൻ സിമിലാരിറ്റിയും പിന്നെ യൂക്ലിഡ് ഡിസ്റ്റൻസ് അതിലൂടെ. ഇപ്പൊ ഇവിടെ എന്താ ഇപ്പൊ ക്യൂറി കൊടുത്തത്? പിന്നെ അത് ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നത്? കൊളാബറേഷൻ ഫിൽറ്ററിങ് ചെയ്യാം, അത് ചെയ്യാം, ന്യൂറൽ നെറ്റ്വർക്ക് ചെയ്യാം. ആൻസർ എന്താ പറഞ്ഞത്? Yes, collaborative filtering can be used to implement using neural network. Neural network, especially autoencoders, deep learning model, can be used to collaborate. ഇതാണ് മോഡൽ ട്രെയിനിങ് വരിക തോന്നുന്നു. നമുക്ക് മറ്റേതിനകത്ത് മോഡൽ ട്രെയിനിങ്ങിന്റെ ആവശ്യം വരില്ലല്ലോ. ഇത് ജസ്റ്റ് വാല്യൂ ഒന്ന് ഇത് കണ്ടുപിടിക്കുന്നത്. You need a user item interaction data like ratings, clicks, etc. Typically, this data is in the form of sparse metrics, which rows of the user's column. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആലിസും ബോബും റേറ്റിംഗ്സും കൊടുത്തപ്പോൾ തന്നെ ഒരു മെട്രിക്സ് വന്നു. നിങ്ങളുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്
പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമ്മളൊരു ട്രിപ്പ് ഒരു ട്രിപ്പ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നില്ല, യൂസർ പ്രിഫറൻസ് മാച്ച് ചെയ്തിട്ടുള്ള യൂസറിന്റെ പ്രിഫറൻസ് അല്ലെങ്കിൽ അവരുടെ റേറ്റ് റിവ്യൂസ് അനുസരിച്ചിട്ട് നമുക്കൊരു റെക്കമെൻഡേഷൻ തരുന്ന ഒരു ആപ്പ്. റെക്കമെൻഡേഷൻ മാത്രമല്ല, ഈ ഇതിന് ശേഷം യൂസർ കുറച്ചൊരു ഫംഗ്ഷൻ ഉണ്ട്. പ്രിഫറൻസ് ചോദിക്കാനേ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും? ക്വസ്റ്റ്യൻസ് മെയിൻലി ഇപ്പം നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നത് ബഡ്ജറ്റ് അല്ല. ഫസ്റ്റ് ലൊക്കേഷൻ നമ്മളിപ്പം ടൈപ്പ് ഓഫ് ലൊക്കേഷൻ ചോദിക്കൂലേ, ഏതെങ്കിലും ടൈപ്പ് ലൊക്കേഷൻ ആണ് അവർക്ക് പ്രിഫറൻസ് ഉണ്ടാവുക. നിങ്ങൾ ഇങ്ങനെ ചോദിക്കും ഹില്ലി ആണോ കോസ്റ്റൽ ആണോ? ആ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതന്നെ ലൊക്കേഷൻ തന്നെ, ലൊക്കേഷന്റെ ടൈപ്പ്. ബീച്ച് ആകുമ്പോൾ കൾച്ചറൽ സ്ഥലം, പിലഗ്രിംസ് അങ്ങനത്തെ സാധനം. അപ്പൊ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടോ? അങ്ങനെ ഒരു ഫോമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സിമിലാരിറ്റി ചെയ്യും. അങ്ങനെയും ചെയ്യാം. നമുക്ക് കുറെ രീതിയിൽ സിമിലാരിറ്റി ചെക്ക് ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി, അവർ ലൈക്ക് ചെയ്ത റേറ്റിംഗ്സ്, അങ്ങനെ അതുണ്ടാവില്ലേ, അത് വെച്ചിട്ടും ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ഫോം ഫില്ല് ചെയ്യേണ്ടി വരില്ലേ, കുറെ ഫോം ഫില്ല് ചെയ്യേണ്ടി വരില്ലേ. അങ്ങനെയും നമുക്ക് രണ്ട് രീതിയിൽ സിമിലാരിറ്റി ചെക്ക് ചെയ്യാം. അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് സിമിലാരിറ്റി ചെക്ക് ചെയ്യാം. അത് വേറെ രീതി. ന്യൂറൽ നെറ്റ്വർക്കിൻ്റെതാകുമ്പോ കുറച്ചുകൂടെ ക്ലിയർ ആവും അല്ലേ? അതായത് കുറച്ചുകൂടെ ക്ലിയർ ആകും. പിന്നെ പല സ്ഥലത്തെ കുറിച്ചുള്ള ഡേറ്റാസേ പബ്ലിക്ലി അവൈലബിൾ ആണെങ്കിൽ അത് വെച്ച് നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ലേ? പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഇപ്പൊ ഓരോ സ്ഥലത്തിനെ കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല, കുറച്ച് നോക്കി. ഡാറ്റ സെറ്റ് ഡയറക്റ്റ് കിട്ടിയ കുഴപ്പമില്ല, പക്ഷെ ഇത് നമ്മൾ മിക്കവാറും ഉണ്ടാക്കുന്ന അല്ല, കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ചില സ്ഥലങ്ങളാണെങ്കിൽ കിട്ടില്ലേ? ഇപ്പോ നമ്മളിപ്പം നമ്മൾ ലൊക്കേഷൻ കേരളത്തിലെ മാത്രം ചെയ്യാൻ ഉദ്ദേശിച്ചു. ഓക്കെ, അപ്പോ ഇതിന്റെ ബാക്ക് എൻഡ് എന്താ ചെയ്യുന്നത്? ബാക്ക് എൻഡിൽ ഡേറ്റാബേസ് ഉണ്ട്, അതിന്റെ കോഡിങ് എങ്ങനെയാ? നമ്മൾ ജാംഗോല ചെയ്യുന്ന ബാക്ക് എൻഡ് മാത്രം. അപ്പോ അത് ജാംഗോ. അപ്പോ ഇത് അതിന്റെ ഫ്രണ്ട് അപ്പോ വെബ് ആപ്പ് അല്ലേ ജാംഗോ എന്ന് പറയുമ്പോൾ? ഫ്രണ്ട് വെബും ഉണ്ട്, ഇത് ആപ്ലിക്കേഷൻ. അതായത് HTML CSS ഉണ്ടല്ലേ? അതും ഉണ്ട്, രണ്ടും ഉണ്ട്. അതിൽ ജാവാസ്ക്രിപ്റ്റും ഉണ്ട്. അല്ല, അതാ അതിന്റെ ഫംഗ്ഷൻ ജാംഗോലാണ്. HTML CSS അതിന്റെ ഫങ്ഷൻസ്, മൊത്തം ഫങ്ഷൻസ് ജാംഗോലാണ്. ഈ ബട്ടൺ ചിലതുണ്ടാവും, ചിലത് മാത്രമേ ജാവാസ്ക്രിപ്റ്റ് ഉള്ളൂ. മോസ്റ്റ് എല്ലാ ഫങ്ഷൻസും ജാംഗോ തന്നെ. നിങ്ങളുടെ പ്രോജക്ട് കംപ്ലീറ്റ് ആയില്ലേ? എപ്പോഴത്തേക്ക് തീരും? അല്ല, പ്രോഗ്രാം കുറച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇപ്പം ചെറിയ വെബ്സൈറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയത് ഇപ്പോ അല്ലേ? അത് വേണ്ടിട്ട് ഇപ്പം കാണിച്ചു ഡിസ്പ്ലേ. ഒന്ന് കാണിക്കാവോ? ആ, നോക്കട്ടെ.
പ്രോഗ്രാം പൈത്തണിലാ. കാണില്ലേ സ്ക്രീൻ? ഇല്ല, Yes, കോഡെ ഞാൻ screen ആണ്. കോഡേ കാണുന്നുള്ളൂ. എനിക്കൊന്ന് കോഡിന്റെ ഔട്ട്പുട്ടിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടത്. ഫുൾ സ്ക്രീൻ ഷെയർ. റൈറ്റ്. ലോഗിൻ ഏജൻസി രജിസ്ട്രേഷൻ. എന്നിട്ട് ഇത് അഡ്മിൻ പേജ് ആണ് ഇപ്പൊ വെബ്സൈറ്റ് ഉള്ളത്. ഇതിലെ സാമ്പ് പോലെ ഒന്ന് വേണ്ടേ? അതിനെന്താ ഉപയോഗിക്കുന്നത്? ഏത്? ഇതില് നമ്മള് സാമ്പ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടില്ല? ഇല്ലല്ലോ. ഈ നമ്മള് ഈ നമ്മൾ IP അഡ്രസ് കൊടുത്തിരിക്കുന്നില്ലേ, ഇത് ഇങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് സെർവറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇന്റർഫേസ് വേണം. ഒരു ഇന്റർഫേസ് വേണം. അത് PHP ഒക്കെ ഉപയോഗിക്കുമ്പോൾ സാമ്പാ ഉപയോഗിക്കും. ഇവിടെ ഇതിന് എന്താ ചെയ്തത്? ഇത് സാധാരണ നമ്മളെ ലോക്കൽ ഹോസ്റ്റ് ആയിട്ടുണ്ട് ഇതിനകത്ത്. ലോക്കൽ ഹോസ്റ്റ് അല്ല, ഇതിന്റെ വേറെ തന്നെ ഒരു ഇതായിട്ടുണ്ട്. VS എന്താ വിഷ്വൽ കോഡ് സ്ക്രിപ്റ്റിൽ തന്നെ അങ്ങനെ ഉണ്ടല്ലേ? അല്ലെങ്കിൽ നമുക്കിത് സാധാരണ നമ്മളെ ലോക്കൽ ഹോസ്റ്റ് വെച്ചിട്ടും ഇതാക്കാം. അപ്പൊ നമ്മളെ വൈഫൈ കണക്ട് ചെയ്താൽ മാത്രം ആൾക്കാർക്ക് ആക്സസ് ചെയ്യുന്ന രീതി. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ലോക്കൽ സെർവറായിട്ട് അത് ബിഹേവ് ചെയ്യണമല്ലോ, വേണ്ടേ? അതിനെന്താ ചെയ്യുന്നത്? അങ്ങനത്തെ സംഭവം അല്ല, അത് ലോക്കൽ സെർവറായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ IP അഡ്രസ് ഒക്കെ എടുക്കുന്നത്. അത് ചെയ്യേണ്ടിക്ക് നമ്മൾ വല്ല ഡൊമൈൻ എടുക്കട്ടെ. ഇപ്പം ഇങ്ങനെയല്ലേ. ഓക്കെ, അതൊന്ന് കാണിച്ചു. യൂസർ നെയിം, പാസ്വേഡ്, ലോഗിൻ. നിങ്ങൾ ടെംപ്ലേറ്റ് എവിടെ നിന്ന് എടുത്ത്? ഇത് ടെംപ്ലേറ്റ് ഫ്രീ വെബ്സൈറ്റ് നിർത്തിയാ. ഫ്രീ വെബ്സൈറ്റാ? ഏതൊരു വെബ്സൈറ്റിന് ടെംപ്ലേറ്റ് ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ട് എത്ര പേജുള്ള? ഒരു 4-5 പേജ് ഉണ്ട്. ആ ടെംപ്ലേറ്റിന്റെ കോഡ് ഉണ്ടായിരുന്നു അല്ലേ? അതിന് നിങ്ങൾ ടെക്സ്റ്റ് തിരുത്തി, അങ്ങനെയാണോ? അങ്ങനെയാണോ ചെയ്തത്? അത് കോഡ് ഉണ്ടെങ്കിൽ കോഡ് മാറ്റി, അങ്ങനെ ടെക്സ്റ്റ് മാറ്റി കൊടുക്കും. പിന്നെ ഓരോ ഹോട്ടൽസിന്റെയും അത് ജസ്റ്റ് ഡമ്മി ഡേറ്റ ആയിരുന്നല്ലോ. ഇതിനകത്ത് ഓവറോൾ രജിസ്ട്രേഷൻ, ഇതിനകത്ത് ഇത് നമ്മള് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗം അല്ലേ? ഇതിന്റെ ഒരു ഡൈനാമിക് ഇല്ല, ഡൈനാമിക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഡാറ്റാസ് ഇതിനകത്ത് വരും. ഇപ്പൊ ഞാൻ ഒരു യൂസർ രജിസ്റ്റർ ചെയ്താൽ ഇതിനകത്തേക്ക് യൂസർ ആഡ് ആവും. ഏജൻസി രജിസ്റ്റർ. ഇതിന്റെ കോഡ് ജാങ്കോല അല്ലേ? ഇത് ജാങ്കോല. അപ്പൊ ഇതിനൊരു ടേബിളും ഉണ്ടാവില്ലേ? അതിന്റെ ടേബിള് ഉണ്ട്. ഒരു ടേബിളേ ഉള്ളൂ? ഇല്ല, ഇത് കുറെ ടേബിൾ ഉണ്ട്. ഇതാണ് ടേബിൾ. ഇതിനകത്ത് അഡ്മിൻ ടേബിൾ മുതൽ ഇങ്ങോട്ടുള്ള ഈ ഒരു ഭാഗം മൊത്തം. ഈ അഡ്മിൻ ടേബിൾ മുതൽ ഇത്രയും പേരുടെ മൊത്തം ടേബിൾസാ. 9 ടേബിൾസ്. ശരിക്കും പറഞ്ഞാൽ അത് വായിക്കാൻ ചെറിയ ഇതാക്കാൻ പറ്റില്ല. ഏജൻസി ടേബിൾ, അഡ്മിൻ ടേബിൾ, അത് ഏജൻസി ടേബിൾ അല്ല. ഇതിങ്ങനെ ഇതാണ് ടേബിള്. ഇത് ഏജൻസി ടേബിൾ അല്ലേ? ബുക്കിംഗ് ടേബിൾ ഉണ്ട്. കംപ്ലൈന്റ് ടേബിള്, കംപ്ലൈൻസ് സ്റ്റോർ ചെയ്യാൻ, പിന്നെ ഫീഡ്ബാക്ക്, പിന്നെ ഹോട്ടല്, നമ്മൾ ആഡ് ചെയ്യുന്ന ഹോട്ടലല്ല,
പിന്നെ ലോഗിൻ ടേബിൾ, ലോഗിൻസ്, പിന്നെ പ്ലേസ് ടേബിൾ നമ്മൾ ആഡ് ചെയ്ത പ്ലേസ്, പിന്നെ ഇതിനകത്ത് യൂസർ ടേബിൾ. നമുക്ക് ആ നമ്മൾ ആ മോഡലിംഗിൽ ഉപയോഗിച്ചതിലേക്ക് നമുക്ക് ഇതിനകത്തൊന്ന് ടേബിളിൽ നിന്ന് ഡേറ്റ എടുത്ത് ലോഡ് ചെയ്യണ്ടേ? ചെയ്യണം. അതിനുള്ള ടേബിൾ ഉണ്ടോ? ആ ഡാറ്റ ഡയറക്റ്റ് ഈ ടേബിളിൽ തന്നെ ലോഡ് ചെയ്തൂടെ, ഗെറ്റ്. അതിനുള്ള ടേബിൾ ഏതാ? ഇല്ല, അതിന് ടേബിൾ ഒന്നുമില്ല, നമ്മൾ ഈ ടേബിളിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യണം. ഈ ടേബിളിന്റെ ഡേറ്റ ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തത് ഈ ജാങ്കോയിൽ മോഡൽസ് ഡോട്ട് പി വൈ എന്നിട്ടൊരു സാധനമുണ്ട്. ഈ ഒരു സാധനം റൺ ചെയ്താൽ നമുക്ക് ടേബിൾ നമ്മൾ സാധാ എസ്ക്യൂഎല്ലിൽ എൻ്റർ ചെയ്യുന്ന പോലെ മറ്റേ ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ട് ആക്കണ്ട. ജസ്റ്റ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ലോഗിൻ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ സാധാരണ എസ്ക്യൂഎൽ അടിക്കുന്ന പോലെ ക്രിയേറ്റ് ടേബിൾ, യൂസർ നെയിം ഇൻഡ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വേർക്കെയർ എന്നെല്ലാം പറഞ്ഞിട്ട് ഡേറ്റ ടൈപ്പ് അങ്ങനെയൊക്കെ കൊടുക്കും. ഡാറ്റ ടൈപ്പ് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇത് റൺ ചെയ്ത് ഇതൊരു കോഡ് ഉണ്ട്, മാനേജ് ഡോട്ട് പി വൈ മേക്ക് മൈഗ്രേഷൻസ്. ആ മേക്ക് മൈഗ്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ സാധനം മൊത്തം നമ്മുടെ ഡാറ്റാബേസിൽ ക്രിയേറ്റ് ആവും, ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ആവും. നമ്മളൊന്നും ടേബിൾ വേറെ എക്സ്ട്രാ എഫോർട്ട് എടുത്ത് MySQL ആണോ? ഇത് നമുക്ക് മാറ്റാം. ഇത് നമ്മൾ സെറ്റിങ്സ് പോയിട്ട് നമ്മൾ ആ ഡാറ്റാബേസിന്റെ ഇത് മാറ്റിയാൽ മതി. എസ്ക്യൂഎൽ ആണെങ്കിൽ എസ്ക്യൂഎൽ, പോസ്റ്റ്ഗ്രസ് ആണെങ്കിൽ പോസ്റ്റ്ഗ്രസ് എസ്ക്യൂഎൽ ആക്കാം, ഇതല്ല. അപ്പൊ ഞാൻ MySQL ആക്കിയോണ്ട് എനിക്ക് എസ്ക്യൂഎൽ ഈ ടേബിളിലെ സ്ട്രക്ചർ കിട്ടും. നമുക്കൊരു MySQL വേണ്ടേ നമ്മുടെ സിസ്റ്റത്തില്? അതുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് കണക്ട് ചെയ്യണം നമ്മൾ ഇതിന്റെ അകത്തേക്ക്. അത് ശരിയാണ്. ആ എസ്ക്യൂഎലിന്റെ ലോക്കൽ ഹോസ്റ്റും പാസ്വേഡ് എല്ലാം നമ്മൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്യണം. ഈ സെറ്റിംഗ്സ് പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ശരി. അങ്ങനെ അത് ക്രിയേറ്റ്. ഓക്കെ. അപ്പോ ടേബിളിന്റെ അത് പറഞ്ഞു. അപ്പൊ ഇത്രയും ടേബിൾ മതിയല്ലേ? ഒരു 9 ടേബിൾ ഉണ്ട്. അല്ല, ഇനിയും ആഡ് ചെയ്യണം എക്സ്ട്രാ, അത് നോക്കല. നിങ്ങൾ എത്ര പേര് ഈ പ്രോജക്റ്റിലുള്ള? 3 ആൾ. ഇത് റിതുലി ചെയ്യുന്ന ഭാഗം ഏതാ? അങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? ജാങ്കോ മൊത്തം ഞാനേ. ആണോ? ജാങ്കോ ചെയ്തോന്ന് കാണിച്ച്. ഇതാണ് നമ്മളെ മെയിൻ ഫങ്ഷൻ. ഓരോ പേജിൽ പോകുമ്പോൾ എന്തെല്ലാം ചെയ്യേണ്ടതെന്നുള്ള ഫങ്ഷൻസ്. ലോഗിൻ പേജിൽ എത്തിയാൽ യൂസർ നെയിം ചെക്ക് ചെയ്യുന്നത്, പാസ്വേഡ് ഒക്കെ. പിന്നെ ഇതാണ് നമ്മൾ URLs. URL ഈ ഫങ്ഷൻ കോൾ ചെയ്യണം, അങ്ങനെ. URL എന്തിനാ? URL നമ്മൾ ഇവിടെ നമ്മളിപ്പോ ഇവിടെ ഒരു URL ഉണ്ട്, ഏജൻസി അപ്രൂവൽ. ഈ URL ആണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അല്ല, എനിക്ക് URL ഇവിടെയോ. അല്ല, URL എന്തിനാന്നും എനിക്ക് മനസ്സിലായില്ല. അത് ഇതിനകത്ത് വെച്ചാൽ ഈ URL പോയി നമ്മൾ ഒരു പേജിലേക്ക് റെൻഡർ ചെയ്യണ്ടേ. ഇപ്പോ ഇതിനകത്ത് ഹോം അടിച്ചാൽ ഇതിന്റെ URL മാറി, അഡ്മിൻ ഹോമായി. അപ്പം വേറൊരു പേജിൽ പോയി. ഇനി മാനേജ് യൂസർ അടിച്ചാൽ ഈ URL മാറി മാനേജ് യൂസർ എന്നാണ്. മാനേജ് യൂസർ എന്ന് പറഞ്ഞ പേജിലാണ് പേജ് റെൻഡർ ചെയ്തത്. അപ്പൊ ആ സംഭവം ഇവിടെ പറയുന്നു. ഇവിടെ നമ്മൾ അഡ്മിൻ ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യൂസിന്റെ അകത്ത് വ്യൂസ് പറഞ്ഞൊരു ഇതുണ്ട്. വ്യൂസ് എന്ന് വെച്ചാൽ ഇതാണ്, ഈ ഫോൾഡർ ആണ്. ഈ വ്യൂസ് ഡോട്ട് പി വൈയിലെ അഡ്മിൻ ഹോമിലേക്ക് പോകുന്നു. അപ്പൊ വ്യൂസ് ഡോട്ട് പി വൈയിലെ അഡ്മിൻ ഹോം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ പറഞ്ഞില്ല, ഡെഫ് അഡ്മിൻ ഹോം പറ്റി. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു പേജ് റെൻഡർ ചെയ്യാൻ പാടില്ല, അഡ്മിൻ ഡാഷ്ബോർഡ് ഡോട്ട് HTML. ആ HTML പേജ് ഞാൻ നേരത്തെ കാണിച്ചൊരു HTML പേജ് ഉണ്ട്. ഈ ഒരു HTML പേജ്, ഈ ഒരു HTML പേജാണ് ആ അഡ്മിൻ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഈ പേജാണ് ഞാൻ ആ ഒരു URL ഒന്ന് റെൻഡർ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഡാറ്റാസ് അങ്ങോട്ട് എത്തണ്ടേ. നമ്മളവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഡാറ്റ കണ്ടോ,
ഈ ഇമേജും ഓരോ ഡാറ്റയില്ലേ, ആലപ്പുഴ, റാണി, ഇത് നമ്മുടെ ഡാറ്റാബേസിലല്ലോ ഉള്ളത്. ഉം. അപ്പൊ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്ലേസ് ടേബിൾ പ്ലേസ് ടേബിൾ ഉണ്ടോ? പ്ലേസ് ടേബിൾ. ഈ പ്ലേസ് ടേബിളിൻ്റെ അകത്തുനിന്ന് ഒബ്ജക്ട് ഡോട്ട് ഓൾ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം പ്ലേസ് ടേബിളിൽ നിന്ന് പോലെ തന്നെ. അപ്പൊ നമുക്ക് എല്ലാ ഡാറ്റയും OB എന്ന് പറഞ്ഞൊരു ഇതിൽ ഡിക്ഷണറി ആയിട്ട് സേവ് ചെയ്യും. ഉം. എന്നിട്ട് ഈ OB എന്ന് പറഞ്ഞ OB എന്ന് പറഞ്ഞ സാധനം ഞാൻ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ റിക്വസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ HTML പേജിലേക്ക് പോകും ഡാറ്റ. എന്നിട്ട് അവിടെ നമ്മൾ ഈ ഡാറ്റ ഓരോ വാല്യൂവിനായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഇമേജസ് നമ്മൾ ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുകയാണോ ഡാറ്റാബേസിൽ? ഇമേജസ് ഈ ജാങ്കോയിൽ സ്റ്റോർ, ഡാറ്റാബേസിൽ അതിന്റെ പാത്ത് സ്റ്റോർ ചെയ്തു, എല്ലാം ജാങ്കോയിലാണ് ഇമേജസ്. പാത്ത് ഡാറ്റാബേസിൽ ഡാറ്റാബേസിലെ പാത്ത് ഡാറ്റാബേസിലാണ്, അത് ജാങ്കോയിലാണ് എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇമേജസ് പൈച്ച. അപ്പോ ഓക്കെ, ഇതിനകത്ത് നിങ്ങള് എയുടെ എയുടെ ഒരു അൽഗോരിതം കൂടെ ഉപയോഗിക്കുന്നു. പിന്നെ ഒരു വെബ്സൈറ്റ്, വെബ് ആപ്പ് പോലെയുള്ള. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഓരോ പ്ലേസ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ലൊക്കേഷൻ ബേസ്ഡ് കൂടി നോക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഡിസ്ട്രസ് അൽഗോരിതം നോക്കുന്നുണ്ട്. അതും കൂടി ചെയ്തിട്ട് നമ്മൾ പ്ലേസ് റെക്കമെൻഡ് ചെയ്യണം. അതും പോയി ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പ്ലേസ് റെക്കമെൻഡ് ചെയ്യൂ. അതും കൂടി ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് റെക്കമെൻഡ് ഐറ്റർ ജനറേറ്റ് ചെയ്യില്ല. നമ്മൾ മെയിൻ ലാസ്റ്റത്തെ ഗോൾ എന്ന് വെച്ചാൽ ഐറ്റനറി ജനറേറ്റ് ചെയ്യാന്നല്ലേ, ഒരു ട്രിപ്പിന്റെ പ്ലാൻ ജനറേറ്റ് ചെയ്യാന്നല്ലേ AI വെച്ച്. AI നിങ്ങൾക്ക് ഇപ്പോ ജനറേറ്റ് ചെയ്താണ് കോളേജിൽ ഇത് അബ്സ്ട്രാക്ട് പ്രസന്റ് ചെയ്യേ, എന്നിട്ട് പിന്നെ ഇതിന്റെ ഇന്റർമീഡിയറി പ്രസന്റേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞില്ലേ? നമ്മളൊരു അബ്സ്ട്രാക്ട് കൊടുത്തു, പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറയില്ലേ? നിങ്ങളുടെ പ്രോജക്റ്റ് എവിടം വരെ എത്തിയെന്ന് അറിയാൻ. അതെവിടം വരെ ചോദിച്ചു കോളേജിൽ? അതിപ്പോ ഞാൻ ഇപ്പൊ കാണിച്ചത് ഇന്റർഫേസ് വരെ. അപ്പോ അതുവരെയുള്ള എല്ലാം അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, അവർ ഓക്കെ പറഞ്ഞു. അതുവരെ ഓക്കെ. ചെറിയ ചെറിയ കുറച്ച് വാലിഡേഷൻ അങ്ങനത്തെ ഫോം വാലിഡേഷൻ. ഫോം വാലിഡേഷൻ ഒക്കെ അവർ ചെക്ക് ചെയ്തോ? ഹലോ, ഫോം വാലിഡേഷൻ ഒക്കെ ചെക്ക് ചെയ്തോ? അപ്പൊ അതിനകത്ത് ഒരു ടെസ്റ്റിംഗിന്റെ ഫേസ് ഉണ്ടല്ലേ? ടെസ്റ്റിംഗ് ഫേസ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫൈനൽ റിവ്യൂല് എന്ന് വെച്ചാൽ ടെസ്റ്റിംഗ് ഫേസ് പോലെ തന്നെയാണ്. ഇത് ഈ ഫൈനൽ റിവ്യൂ എന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ ഒരു ഫൈനൽ റിവ്യൂ ഉണ്ട്, അതിന് ശേഷം നമ്മൾ എക്സ്റ്റേണൽ വന്നിട്ട് റിവ്യൂ ഉണ്ട്, അതിനിടക്ക് ഈ ടെസ്റ്റിംഗ് ഫേസാണ്. ഇത്